ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിലെ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം റമളാൻ മാസമാണ് എന്നാണ്, അല്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ റമളാനിനേക്കാൾ വലുതും പവിത്രവുമായ 10 ദിവസങ്ങൾ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളേക്കാൾ പ്രിയങ്കരമായ മറ്റ് ദിവസങ്ങളില്ല എന്ന്. നിർഭാഗ്യവശാൽ ഈ ദിവസങ്ങളെക്കുറിച്ച് നമ്മളിൽ പലരും അശ്രദ്ധരാണ്. നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ അള്ളാഹു നൽകുന്ന ഈ സുവർണാവസരത്തെക്കുറിച്ച് നമുക്കൊന്ന് ലളിതമായി മനസ്സിലാക്കിയാലോ. എന്തുകൊണ്ടാണ് ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങൾ ഇത്ര പവിത്രമായത്? ഇസ്ലാമിന് മുമ്പ് അറബികൾക്കിടയിൽ കടുത്ത യുദ്ധങ്ങൾ നടന്നിരുന്ന കാലത്തും വർഷത്തിലെ 4 മാസങ്ങളിൽ അവർ യുദ്ധം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുമായിരുന്നു. ചോര ചീന്താത്ത പവിത്രമായ മാസങ്ങൾ, അതിൽ തുടർച്ചയായി വരുന്ന 3 മാസങ്ങളാണ് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം എന്നിവ. ഒറ്റപ്പെട്ടു നിൽക്കുന്ന മാസം റജബും. അല്ലാഹു തആല സൃഷ്ടിപ്പ് നടത്തിയ നാൾ മുതൽ നിശ്ചയിച്ച പവിത്രമായ മാസങ്ങളാണിവ. ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ വളരെയധികം കൂടുതലായിരിക്കും. ഉദാഹരണത്തിന്, സാധാരണ സ്ഥലത്ത് വെച്ച് ഒരാളെ ദ്രോഹിക്കുന്നതും കഅബയുടെ അരികിൽ വെച്ച് ദ്രോഹിക്കുന്നതും ഒരുപോലെയല്ലല്ലോ. അതുപോലെ തന്നെയാണ് പവിത്രമായ സമയങ്ങളും. ഈ ദിവസങ്ങളിൽ തിന്മകൾക്ക് ശിക്ഷ കൂടുന്നത് പോലെ ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരു വലിയ മെഗാ ഓഫർ സെയിൽ പോലെ. പണ്ഡിതന്മാർ പറയുന്നത്, വർഷത്തിലെ ഏറ്റവും മികച്ച രാവുകൾ റമളാനിലെ അവസാന 10 രാവുകളാണെങ്കിൽ വർഷത്തിലെ ഏറ്റവും മികച്ച പകലുകൾ ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 പകലുകളാണ് എന്നാണ്. ഇതിന് 4 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഹജ്ജ്. ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാ കർമ്മം നടക്കുന്നത് ഈ മാസത്തിലാണ്. രണ്ടാമത്തത് ഗുണിക്കപ്പെടുന്ന പുണ്യങ്ങൾ, നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന സമയമാണ്. മൂന്നാമതായിട്ട് ഇസ്ലാമിക വർഷാവസാനം. ഇത് നമ്മുടെ പുതുവർഷത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. കഴിഞ്ഞ 15 മാസം കൊണ്ട് നമ്മൾ എന്ത് നേടി എന്ന് ചിന്തിക്കാനുള്ള സമയവുമാണ്. നാലാമതായിട്ട് ബലിപെരുന്നാൾ. വലിയൊരു ത്യാഗത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ദിവസം. നമ്മളിൽ പലരും ഹജ്ജിന് പോയിട്ടുണ്ടാകില്ല. എങ്കിൽ നമ്മൾ ഹൃദയം കൊണ്ട് ഹജ്ജ് ചെയ്യണം. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നടക്കുന്നത് 9ാം ദിവസമായ അറഫയിലാണ്. കത്തുന്ന ചൂടിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ വസ്ത്രം ധരിച്ച് കൈകളുയർത്തി അള്ളാഹുവിനോട് കരഞ്ഞ് യാചിക്കുന്ന ആ രംഗം നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? അതെ, നാളെ പരലോകത്ത് നമ്മൾ വിചാരണക്കായി നിൽക്കുന്ന ആ മഹ്ശറ മൈതാനത്തെ. പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികൾ മോഡൽ എക്സാം എഴുതുന്നത് പോലെ പരലോക വിചാരണയുടെ ഒരു റിഹേഴ്സലാണ് ഹജ്ജ്. അന്ന് നമ്മൾ വിയർത്ത് കുളിച്ച് അള്ളാഹുവിനോട് പറയും, യാ അള്ളാഹ്, എന്നെ ദുനിയാവിലേക്ക് ഒരു തവണ കൂടി മടക്കി അയക്കൂ, ഞാൻ നല്ലത് ചെയ്യാമെന്ന്. ആ മറുപടി പറയാതിരിക്കാൻ ഇപ്പോഴേ ജീവിച്ചു കാണിക്കണം. ഹജ്ജിന് പോകാത്തവർ ഈ ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് പരലോകത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹജ്ജിലെ 3 പ്രധാന കർമ്മങ്ങൾ വെറും ചടങ്ങുകളല്ല, നമ്മൾ അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കണമെന്നതിൻ്റെ 3 ഘട്ടങ്ങളാണത്. ഒന്നാമത്തെ ഘട്ടം ത്വവാഫ്. കഅബയ്ക്ക് ചുറ്റും നമ്മൾ വട്ടത്തിൽ ചുറ്റുന്നു. നമ്മുടെ ജീവിതം ഇതുപോലെയായിരിക്കണം. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ചിന്തയും ജീവിതവും അള്ളാഹു എന്ന കേന്ദ്രത്തിൽ ചുറ്റുമായിരിക്കണം. അവൻ തരുന്നു, അവൻ സംരക്ഷിക്കുന്നു, നമ്മൾ അവനോട് ചോദിക്കുന്നു. ഇതാണ് യാത്രയുടെ തുടക്കം. രണ്ടാമത്തെ ഘട്ടം സഫ മർവ മലകൾക്കിടയിലൂടെയുള്ള ഓട്ടം. ഓർത്തു നോക്കൂ, കൂടെ ആരുമില്ലാതെ, ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കത്തുന്ന മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഹാജറ ബീവി എന്ന ഒരു സ്ത്രീ ചെയ്ത ത്യാഗമാണത്. വെള്ളത്തിനു വേണ്ടി അവർ പരമാവധി പരിശ്രമിച്ചു.
ഓടി ഒപ്പം അള്ളാഹുവിൽ പൂർണ്ണമായി ഭാരമേൽപ്പിക്കുകയും തവക്കുൽ ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള രണ്ടാമത്തെ പടി ഇതാണ്. നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായി പരിശ്രമിക്കണം, വിയർക്കണം, എങ്കിൽ വിജയം ഉറപ്പാണ്. മൂന്നാമത്തെ ഘട്ടം ബലി. അള്ളാഹുവോട് ഏറ്റവും അടുത്തവരുടെ യഥാർത്ഥ ലക്ഷണം ത്യാഗം ചെയ്യാൻ തയ്യാറാവുക എന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന അർത്ഥമുള്ള ഖലീലുള്ള എന്ന പദവിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിച്ചത്? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ അള്ളാഹുവിനു വേണ്ടി ത്യാഗം ചെയ്യാൻ അദ്ദേഹം കാണിച്ച മനസ്സുകൊണ്ട് തന്നെയാണ്. ഒരു രക്ഷിതാവിന് സ്വന്തം ജീവൻ നൽകാൻ മടിയുണ്ടാകൂല, എന്നാൽ മക്കളുടെ ജീവൻ നൽകാൻ പ്രാണവേദനയായിരിക്കും. ഇബ്രാഹിം നബിയുടെ സ്നേഹം നമ്മളെക്കാൾ എത്രയോ വലുതായിരുന്നു. കാരണം ഒരു കുഞ്ഞുണ്ടാകാൻ അദ്ദേഹം തൻ്റെ 90കളിലെ പ്രായം വരെ ഏകദേശം 100 വർഷമാണ് കാത്തിരുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീ ഗർഭിണിയായി 9.5 മാസം കാത്തിരുന്ന് പ്രസവിക്കുന്നതിന് മുമ്പ് കുഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ച് മരണപ്പെട്ടാൽ ആ ഉമ്മാക്ക് ആ വിഷമത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ 100 വർഷം കാത്തിരുന്ന് കിട്ടിയ മകന് ഇസ്മായിൽ നബി വളർന്ന് പുരുഷനാകുന്നതിന് തൊട്ടു മുമ്പാണ് അള്ളാഹു കൽപ്പിക്കുന്നത്, സമയം കഴിഞ്ഞു, മകനെ ബലി നൽകുക എന്ന്. ഒരു നിമിഷം പോലും ചോദ്യം ചെയ്യാതെ ഇബ്രാഹിം നബി പറഞ്ഞു, അള്ളാഹുവെ, നീ കൽപ്പിച്ചു, ഞാനതനുസരിക്കുന്നു. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഏറ്റവും കൂടുതൽ കാത്തിരുന്ന കാര്യമാണ് അദ്ദേഹം അള്ളാഹുവിനായി ത്യാഗം ചെയ്തത്. അതുപോലെ ഇബ്രാഹിം നബി തൻ്റെ കുടുംബത്തെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോരുമ്പോൾ നടത്തിയ പ്രാർത്ഥന നമ്മൾ വലിയൊരു പാഠമാക്കണം. നമ്മുടെ ഭാര്യയെയും മക്കളെയും ഒരു മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വിട്ടുപോരുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുക? സംരക്ഷണവും ഭക്ഷണവും വെള്ളവുമല്ലേ. എന്നാൽ ഇബ്രാഹിം നബി മുൻഗണന നൽകിയത് എന്തിനാണെന്ന് നോക്കാം. അദ്ദേഹം ആദ്യം പ്രാർത്ഥിച്ചത്, അള്ളാഹുവെ, എൻ്റെ മക്കളെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. രണ്ടാമത് പ്രാർത്ഥിച്ചത്, അവർക്ക് ചുറ്റും നല്ലൊരു സമൂഹത്തെ നൽകണമേ. ജനങ്ങളുടെ ഹൃദയത്തിൽ അവരോട് സ്നേഹമുണ്ടാകണമേ. മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് അദ്ദേഹം ചോദിച്ചത്, അവർക്ക് ഭക്ഷണവും ഫലങ്ങളും നൽകണമേ എന്ന്. ഖുർആനിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല എന്ന്. നമ്മൾ ദുനിയാവിലെ പണത്തിനോ അവസരങ്ങൾക്കോ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പലപ്പോഴും ത്യാഗം ചെയ്യാറുണ്ട്. എന്നാൽ ഈ 10 ദിവസങ്ങളിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ത്യാഗം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഈമാനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. അവസാനമായിട്ട് ഈ 10 ദിവസങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. തക്ബീറുകൾ വർദ്ധിപ്പിക്കുക, അള്ളാഹു അക്ബർ എന്ന് ധാരാളമായിട്ട് ചൊല്ലുക. നമ്മൾ ചെയ്ത ആരാധനകൾ എത്ര ചെറുതാണെന്നും അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്നും സ്വയം ബോധ്യപ്പെടുത്തലാണത്. രണ്ടാമതായിട്ട് സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ എല്ലാ ഭാഷയും അറിയാം. മലയാളത്തിലോ നിങ്ങൾക്ക് സംസാരിക്കുന്ന ഏത് ഭാഷയിലാണോ ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. മൂന്നാമതായിട്ട് മുൻഗണനകൾ മാറ്റുക. നമ്മൾ ദുആ ചെയ്യുമ്പോൾ വെറും ദുനിയാവിലെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ, ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടിയല്ലാതെ നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയിട്ടും മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടും ആദ്യം ദുആ ചെയ്യുക. നാലാമതായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് ത്യാഗം ചെയ്യുക. ഈ 10 ദിവസത്തേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഉദാഹരണത്തിന് നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുത്തുന്നത് സ്മാർട്ട് ഫോണാണ്. ഈ ഉപയോഗം 10 ദിവസത്തേക്ക് പരമാവധി കുറയ്ക്കാം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണമായോ സമയമായോ വലിയൊരു ത്യാഗം ചെയ്യാം. അറഫ ദിവസത്തിലും ഈ 10 ദിവസങ്ങളിലും നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം.
വരാനിരിക്കുന്ന ദുൽഹിജ്ജ നാളുകൾ നമ്മുടെ ജീവിതം മാറ്റി എഴുതുന്ന ദിവസങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ. നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.